മൗണ്ടൻ റെയിൽവേയിലൂടെ ഓടുന്ന ഈ ട്രെയിനിനെ ടോയ് ട്രെയിൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്ന പേര്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഈ മീറ്റർ ഗേജ് റെയിൽവേ 1908 ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. ഇപ്പോൾ ഇതിലൂടെ ട്രെയിൻ സർവീസ് നടത്തുന്നത് സതേൺ റെയിൽവേയാണ്. കൂടാതെ ഇന്ത്യയിലെ ഏക റാക്ക് സിസ്റ്റമുള്ള റെയിൽവേ ട്രാക്ക് കൂടിയാണിത്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉദഗമണ്ഡലം അഥവാ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഞാനൊരു 10 മണിയോടുകൂടി തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് ഈ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. പ്ലാറ്റ്ഫോമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഒരു ട്രെയിനിൻ്റെ മോഡലൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേഷൻ നിങ്ങൾ നിരവധി സിനിമകളിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇതിൻ്റെ റിന്യൂവേഷനൊക്കെ നടക്കുന്നത് കൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കൗണ്ടറും മറ്റു ഭാഗങ്ങളൊന്നും ടെമ്പററി ആയിട്ടുള്ള പല സ്ഥലങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിന് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. 11:30 ഊട്ടിയിൽ നിന്നെടുത്ത് 1 മണിക്ക് കൂണൂരിലെത്തുന്ന ട്രെയിനാണിത്. ഇതിൻ്റെ ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. കൂടാതെ ഇവിടെ കൗണ്ടറിൽ നിന്നും കുറച്ച് ടിക്കറ്റുകളും അവൈലബിൾ ആയിരിക്കും. അതിന് നിങ്ങൾ ട്രെയിന് പുറപ്പെടുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന് ക്യൂ നിന്നാലൊക്കെ അത് കിട്ടുള്ളൂ. ഇന്ത്യയുടെ പർവ്വത റെയിൽവേകൾ എന്നാണ് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയും നീലഗിരി മൗണ്ടൻ റെയിൽവേയും അറിയപ്പെടുന്നത്. ഈ രണ്ടും യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഇടം നേടിയവയും കൂടിയാണ്. 1854 മേട്ടുപ്പാളയം മുതൽ നീലഗിരി കുന്നുകൾ വരെ പർവ്വത റെയിൽവേ പാത നിർമ്മിക്കാനുള്ള പദ്ധതികൾ തന്നെ ആവിഷ്കരിച്ചത്. 45 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ 1899 ജൂണിലാണ് ഈ പാതയുടെ പണി പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. സർക്കാരുമായുള്ള കരാർ പ്രകാരം മദ്രാസ് റെയിൽവേയാണ് ഇത് ആദ്യം പ്രവർത്തിപ്പിച്ചിരുന്നത്. പിന്നീട് സൗത്ത് ഇന്ത്യൻ റെയിൽവേ ഈ കമ്പനി ഏറ്റെടുക്കുകയായി. 1908 ഒക്ടോബറിലാണ് ഈ റെയിൽവേ പാത കൂണൂരിൽ നിന്നും ഊട്ടി വരെ നീട്ടുന്നത്. ഊട്ടിയിൽ നിന്നും മേട്ടുപ്പാളയം വരെ 49 കിലോമീറ്റർ ദൂരമാണ് ഈ ട്രാക്കിനുള്ളത്. ഇതിൽ 29 വളവുകളും 16 തുരങ്കങ്ങളും 250 പാലങ്ങളുമുണ്ട്. ഈ ട്രാക്കിൻ്റെ ഏത് ഭാഗത്തും നീരാവി ഉപയോഗിച്ചുള്ള എഞ്ചിനുകൾ ഓടിക്കാൻ കഴിയുമെങ്കിലും ഡീസൽ എഞ്ചിനുകൾ കൂണൂറിനും ഊട്ടിക്കും ഇടയിലുള്ള ട്രാക്കിൽ മാത്രമേ ഓടിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മേട്ടുപ്പാളയത്തിനും കൂണൂറിനും ഇടയിൽ ഈ റെയിൽവേ പാതയിൽ കുത്തനെയുള്ള ചെരിവുകൾ ഒരുപാടുണ്ടായതുകൊണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ റാക്ക് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. റാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണ റെയിൽവേ പാളങ്ങൾ 2 പാളങ്ങളായിട്ടാണ് ഉള്ളത്. ഇതിന് അഡീഷണലായിട്ട് അതിൻ്റെ സെൻട്രലിൽ ഒരു പൽചക്രങ്ങൾ ഘടിപ്പിക്കാനുള്ള ഒരു ട്രാക്ക് കൂടി ഉണ്ടായിരിക്കും. ഇതിൽ കൊളുത്തി, അതായത് എഞ്ചിൻ പുറകിൽ നിന്നും ഫ്രണ്ടിലേക്ക് തള്ളിയിട്ടാണ് ട്രെയിനുകൾ ഓടുന്നത്. മുകളിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ട്രെയിൻ ബാക്കിലേക്ക് ഇറങ്ങാതിരിക്കാൻ കൂടിയുള്ള ഒരു സിസ്റ്റമാണിത്. മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് ഏകദേശം 5 മണിക്കൂറാണ് റണ്ണിങ് ടൈം. എന്നാൽ ഊട്ടിയിൽ നിന്ന് തിരിച്ച് മേട്ടുപ്പാളയത്തേക്ക് പോകുമ്പോൾ ഏകദേശം 3.5 മണിക്കൂർ മാത്രമേ എടുക്കുകയുള്ളൂ. കാരണം മേട്ടുപ്പാളയത്തേക്ക് ഊട്ടിയിൽ നിന്ന് ഫുള്ളായിട്ട് ഇറക്കമായതുകൊണ്ടാണ്. മേട്ടുപ്പാളയത്ത് നിന്ന്
ഊട്ടിയിലേക്ക് രാവിലെ 7:10 പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയോടെ ഉദകമണ്ഡലത്തിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ട്രെയിന് തിരിച്ച് മേട്ടുപ്പാളയത്തേക്ക് പോകും. മേട്ടുപ്പാളയത്ത് ഏകദേശം വൈകുന്നേരം ആണ് ഈ ട്രെയിന് റീച്ച് ആകുക. മേട്ടുപ്പാളയത്ത് നിന്ന് കോയമ്പത്തൂർ വഴി ചെന്നൈയിലേക്ക് പോകുന്ന നീലഗിരി എക്സ്പ്രസ്സുമായി ബന്ധിപ്പിക്കാനാണ് ഈ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മേട്ടുപ്പാളയത്ത് നിന്ന് രാവിലെ 9:30 അതുപോലെ തന്നെ ഉദകമണ്ഡലത്ത് നിന്ന് മേട്ടുപ്പാളയത്തേക്ക് ഉച്ചയ്ക്ക് 12:15 ഒരു വേനൽക്കാല പ്രത്യേക സർവീസ് കൂടി നടത്തുന്നുണ്ട്. കൂണൂറിനും ഊട്ടിക്കും ഇടയിൽ ദിവസേന 4 ട്രെയിനുകൾ ഇരുവശത്തേക്കും സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര കേത്തി എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കേത്തി എത്തുന്നതിന് മുമ്പ് ലൗഡേൽ എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള മറ്റൊരു സ്റ്റേഷന് കൂടിയുണ്ട്. അത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിലെ ഈ സെക്കൻഡ് ക്ലാസ്സിൽ പിന്നെ വിൻഡോ ഒക്കെ വളരെ ചെറുതാണ്. അതുകൊണ്ട് പുറത്തേക്ക് നമുക്കുള്ള കാഴ്ചകൾ ചില സീറ്റുകളിൽ നിന്ന് വളരെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. വീഡിയോ എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഊട്ടിക്കും കൂണൂറിനും ഇടയിൽ 4 സ്റ്റേഷനുകളാണുള്ളത്. ലൗഡേൽ, കേറ്റി, അറവങ്കാട്, വെല്ലിംഗ്ടൺ എന്നിവയാണ് ഈ 4 സ്റ്റേഷനുകൾ. കൂണൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റേഷൻ വരുന്നത് മേട്ടുപ്പാളയത്ത്. നമ്മുടെ യാത്ര അറവങ്കാട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേഷനിലെത്തിയപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഒരു ട്രെയിൻ ഇവിടെ സ്റ്റേഷനിലുണ്ട്. അതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം നമുക്ക് ഈ ഒരു ട്രെയിനിലിരുന്ന്. ഈ ട്രെയിനിൽ പൊതുവേ പാസഞ്ചേഴ്സിൽ ഒരു 90% ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ തന്നെയാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ടിക്കറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ലോക പൈതൃക സ്ഥലം എന്ന പദവി നിലനിർത്തുന്നതിനായി ഉദകമണ്ഡലം മേട്ടുപ്പാളയം യാത്രയ്ക്ക് എഡ്മൺസൺ ശൈലിയിലുള്ള മാനുവൽ ടിക്കറ്റുകളും ഇപ്പോഴും നൽകുന്നുണ്ട്. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്കുള്ള സെക്കൻഡ് ക്ലാസ് ചാർജ് 295 രൂപയും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് 600 രൂപയുമാണ്. ഊട്ടിയിൽ നിന്ന് കൂണൂർ വരെ മാത്രമാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ക്ലാസ് 150 രൂപയും ഫസ്റ്റ് ക്ലാസ്സിന് 350 രൂപയും നൽകണം. വെല്ലിംഗ്ടൺ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ട്രെയിന്. ഒരുപാട് കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഈ ട്രെയിനിൽ ഈ റൂട്ടിലൂടെ ഒരു യാത്ര. നിരവധി തവണ ഊട്ടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു ട്രെയിനിൽ ഞാനൊരു യാത്ര ഇതുവരെ ചെയ്തിട്ടില്ല. അതിനുള്ള ഒന്നാമത്തെ കാരണം ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റിയാണ്. ഇത് ആകെ 5 കമ്പാർട്ട്മെൻറ്റുള്ള ഒരു പൈതൃക ട്രെയിനാണ്. നമ്മുടെ നോർമൽ ട്രെയിൻ മാതിരി ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല. പിന്നെ ഏത് സമയത്തും ഇതിൽ ടിക്കറ്റ് ഫുള്ളായിരിക്കും. അങ്ങനെ ഞാൻ യാദൃശ്ചികമായി നോക്കിയപ്പോൾ ഒരു 3 ദിവസം മുമ്പ് ഊട്ടിയിൽ നിന്നും കൂണൂരിലേക്കുള്ള ടിക്കറ്റ് 2 ടിക്കറ്റ് അവൈലബിളായി കണ്ട് അങ്ങനെ ബുക്ക് ചെയ്ത് പെട്ടെന്ന് പോകുന്നതാണ്. ഇതുപോലെ ചില സമയങ്ങളിൽ സീസൺ അല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. പിന്നെ ഈ ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ മുമ്പ് തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മുടെ യാത്ര കൂണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പോൾ ഈ സ്റ്റേഷനിലും ഒരുപാട് റിന്യൂവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ പല ഭാഗങ്ങളുമൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്.
ഈ ഒരു ഇപ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്തിലൂടെ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയിട്ട് പിന്നെ ഊട്ടി ഭാഗത്തേക്ക് പോകാനായിട്ട് ട്രാക്ക് മാറ്റി ആ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയിട്ട് പിന്നെ ട്രെയിൻ റിവേഴ്സ് വന്ന് പ്ലാറ്റ്ഫോം 1ലേക്ക് വരും. അങ്ങനെ നമ്മുടെ യാത്ര ഈ കുണൂർ റെയിൽവേ സ്റ്റേഷനിൽ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഈ ഒരു സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ കാണാം.